ഹലോ, അപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി പഴയ ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതേ കുറച്ച് മുത്തുകളുണ്ട്, പിന്നെ മാലയുടെ കൊളുത്തെടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞാനിതൊരു പാക്കറ്റിന് ഇത്ര 30 രൂപ അത്രയും കണ്ടുള്ളൂ. അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയർ. ഇതാ നമുക്ക് ഇനി ഇതാവശ്യമുള്ള അത്രയ്ക്കും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 42 അത്രയെങ്ങാണ്ട് കട്ട് ചെയ്തിരുന്നു കേട്ടോ. എപ്പോഴും ഞാൻ കുറച്ച് എക്സ്ട്രാ കട്ട് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരിക, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഫൈനൽ ലെങ്ത്ത് എടുത്തത് 35 സെൻറ്റിമീറ്ററാണ് ഫൈനൽ മാലയുടെ ലെങ്ത്ത് വരുന്നത്. ഇപ്പോൾ കറക്റ്റ് കഴുത്തിൽ കുടുങ്ങിയുമല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുമല്ല, ഇത്ര രീതിയിലാണ് അളവെടുത്തേക്കുന്നത്. അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇതാ ലോക്കറ്റ് ആദ്യം നമ്മളിട്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ മുത്തിട്ട് കൊടുക്കാം. ആദ്യം ചെറിയ ഗോൾഡ് ബീഡ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു വേണ്ട. അപ്പം ആദ്യം നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആ മുത്തിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ ആദ്യം ഈ വലിയ ഗോൾഡാണ് ഇടുന്നത്, ഗോൾഡ് ബീഡ്. പക്ഷെ എനിക്കെന്തോ ഒരു സുഖം തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് ആദ്യം ഇട്ട മുത്തിനെ എടുത്ത് കാണിക്കുന്നില്ല. അപ്പം നമുക്ക് കളർ ബീഡ് ഇടാം. പച്ച കളറാണ് ആദ്യം ഇടുന്നത്. പച്ച കളർ ഇട്ടപ്പോൾ ആദ്യം ഇട്ടതിനും കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഇട്ട അതേ ബീഡ് തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ വീട്ടിലെ കോഴി കൂവുന്ന ഒച്ചയാണ് കേൾക്കുന്നത്, നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി അടുത്ത് നമുക്ക് ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ലൈറ്റ് എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ബ്രൈറ്റ്നസ്സൊക്കെ ഒന്ന് കൂട്ടി വെച്ച്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ടെക്സ്ചർ ബീഡ് ആഡ് ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു പ്ലെയിൻ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡ് കളർ തന്നെ പ്ലെയിൻ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ഫിനിഷിങ് വരുന്നത്. ഇപ്പം നടുവിലെ ഒരു പെൻഡൻറ്റിന് ഹൈലൈറ്റ് കൊടുക്കണമല്ലോ നമ്മൾ. അപ്പം അതിന് ഇനി ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ലോക്കറ്റിൻ്റെ 2 സൈഡിലും ഒരേപോലെ. ഇപ്പം ആദ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. അതേപോലെ കവറിങ് ചെയ്യുന്ന ബീഡ് പച്ച കളർ, പിന്നെ മറ്റേ ഗോൾഡ്, പിന്നെ ടെക്സ്ചർ ബീഡ് വരും, പിന്നെ ഒരു പ്ലെയിൻ ഗോൾഡ് ബീഡ് വരും. ഭയങ്കര സിമ്പിളാട്ടെ മാല ഉണ്ടാക്കാൻ. ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനത്തെ മാല ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഇതുപോലെ ഒരു 3-4 എണ്ണം ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടായി. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെറുപറാന്നുണ്ടാക്കാം. ഇറ്റ്സ് വെരി ഈസി. ഇനി നമുക്ക് ഇപ്പം മെയിൻ നടുവിലെ പെൻഡൻറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി അത് നമുക്കവിടെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാനാണ് നമുക്ക് സ്റ്റോപ്പർ ഇത് ചെറിയ കുഞ്ഞ് ഗോൾഡ് ബീഡാണ്. അത് ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ. നമ്മളൊന്ന് ഒരു പ്ലെയർ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും അതവിടെ അമർന്നങ്ങനെ ഇരുന്നോളും.
ഇപ്പം ഞാൻ സ്റ്റോപ്പറാണ് ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരു കുഞ്ഞ് ഗോൾഡ്. രണ്ട് സൈഡിലും ഒരേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ പിടിച്ചിട്ട് പ്ലെയർ വെച്ചിട്ട് നമ്മളൊന്ന് ഇറുക്കി കൊടുക്കും. പ്ലെയർ നിങ്ങൾ നോക്കണ്ട, ഇത് എൻ്റെ അപ്പനപ്പൂപ്പന്മാർ ഉപയോഗിച്ചിരുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു. അതിൻ്റെ രൂപം കണ്ടിട്ട് അവരറിഞ്ഞില്ലല്ലോ ഭാവിയിൽ അവരുടെ കൊച്ചുമോളും ഇത് ഉപയോഗിക്കുന്നു. അപ്പം അതാ ഒരു സൈഡിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ അപ്പുറത്തെ സൈഡിലും ഞാൻ എന്താ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കേ, ഇനി അതും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സേഫായിട്ട് ഇരുന്നോളൂ, ഓടിക്കളിക്കില്ല. പണ്ടൊട്ടേ ഇപ്പോൾ പഴയ മാലകളോ അല്ലെങ്കിൽ വളയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കളയാൻ വയ്ക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അത് കളയണ്ട, എന്തെങ്കിലും ആവശ്യം വരും. പക്ഷെ അമ്മ അതൊക്കെ അടിച്ച് വാരി കളയാറാണ് പതിവ്. പിന്നീട് മനസ്സിലായി കളയണ്ട, ഓക്കെ എടുത്ത് വയ്ക്കാം. അങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചാൽ ഈ ലോക്കറ്റൊക്കെ പണ്ട് എപ്പോഴും വാങ്ങി വെച്ചിരുന്നതാണ്. മാലയായിരുന്നു എന്ന് തോന്നുന്നു. മാല അത് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ ലോക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് പേളൊക്കെ ആയിരുന്നു. പേളൊരു സുഖം ഉണ്ടായില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു അത് വെച്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് മാല ഉണ്ടാക്കി നോക്കാമെന്ന്. ഇപ്പോൾ അന്നത്തെ മാലേനേലും അടിപൊളിയായിട്ടാണ് ഇത്. നല്ല രസമുണ്ടായി കാണാൻ. ഇനി നമുക്ക് അടുത്തത് ആദ്യം സ്റ്റോപ്പറാണ് കേട്ടോ ഇടുന്നത്. ആദ്യം സ്റ്റോപ്പർ, പിന്നെ മറ്റേ ഗോൾഡ് പ്ലെയിൻ ബീഡ്, അത് കഴിഞ്ഞിട്ട് ഇതാ ആ പൂ പോലത്തെ സാധനം. ആദ്യം നമ്മൾ പച്ച ബീഡാണല്ലോ ഇട്ടത്. ഇനി നമുക്ക് ഈ മെറൂൺ ഇട്ട് കൊടുക്കാം. കയ്യിലെ നഖം കാരണം മുത്ത് പിടിക്കാൻ പറ്റുന്നില്ല. ഒരു കല്യാണം വരുന്നുണ്ട്, അതും കൂടിയും കഴിഞ്ഞിട്ട് നഖം വെട്ടാമെന്ന് വിചാരിച്ചു. ഒരു നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ അത് കാര്യമാക്കണ്ട. ഓക്കെ, ഇതാ ഇനി ആദ്യം സ്റ്റോപ്പർ ഇട്ടു, അതിൻ്റെ അവസാനം ഒരു സ്റ്റോപ്പർ ഇട്ടു. അപ്പോൾ കണ്ടോ ഇങ്ങനെ. ഇനി അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് വേണം. അപ്പോൾ ഏത് നേരം നമുക്ക് സ്കെയിൽ എടുക്കാനുള്ളൊരു ഒരു ഒരു ഇതില്ല. അതുകൊണ്ട് നമ്മൾ ആ ചൂണ്ടുവിരലും നടുവിരലും കൂടെ വെച്ചിട്ട് ആ രണ്ട് വിരലിൻ്റെ ഒരു ഗ്യാപ്പ് ആ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പർ പ്രസ് ചെയ്ത് കൊടുക്കും. കണ്ടോ, സിമ്പിൾ. ഇനി ലാസ്റ്റ് ഇട്ട് സ്റ്റോപ്പറും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഇട്ട് സ്റ്റോപ്പർ ഉരുണ്ടു പോയത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, പ്രസ് ചെയ്തു. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. ഒരു സ്റ്റോപ്പറും ഈ വയറുണ്ടെങ്കിൽ കാര്യം സെറ്റാണ്. ഇനി ഇതേപോലെ തന്നെ ഒരു വട്ടം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ. അതേപോലെ മറ്റേ സൈഡിലും 2 വട്ടം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആണ് ഇത്രയും സമയം കാണിക്കുന്നത് കേട്ടോ. ഇത്രയും സമയമൊന്നും വേണ്ട ആക്ച്വലി. ഒരു 10 മിനിറ്റ് മാക്സിമം മതി. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാം. പിന്നെ മുത്ത് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. പക്ഷേ ഞാൻ 2 മിനിറ്റ് 3 മിനിറ്റിലൊക്കെ ഒരു മാല ഉണ്ടാക്കി. അത് നടുവിൽ മാത്രം ഒരു ലോക്കറ്റ് വെച്ചിട്ട്. അപ്പം അത് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ മാലകൾ. അപ്പം ഇത് കണ്ടിട്ട് നമുക്കതും കാണാം. ഇങ്ങനെ പുതിയ മാല വാങ്ങിയിടുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഇടാനൊക്കെയാണ് ഇഷ്ടം. അത് ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അങ്ങനെ. പണ്ടുണ്ടായ ഒരു ഫാഷൻ ഉണ്ടായല്ലോ, പേപ്പർ കമ്മൽ, ക്വില്ലിങ് പേപ്പർ വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയിടാറ്. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇടുമ്പോഴത്തെ ഒരു സുഖം വാങ്ങിയിട്ട് ഇടുന്നതിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഒരു രസമല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ, ഇതെവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം അത് വേറെ എവിടെയും കിട്ടാൻ വഴിയില്ല, കാരണം എന്താ, അത് നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. അങ്ങനെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സെയിം സ്റ്റെപ്പ് തന്നെ പിന്നെയും ഫോളോ ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലെങ്തായി പോകും. അപ്പം അത്രയും കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ.
ആ സംഭവം സെറ്റായില്ലേ, അടിപൊളിയായി. ഇത് കഴുത്തിൽ ഇങ്ങനെ ഈ മാലകളൊക്കെ ഉണ്ടാക്കി കഴുത്തിലിടുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ആദ്യത്തെ ഉണ്ടാക്കി സക്സസ് ആയിപ്പോൾ പിന്നെ എനിക്ക് ഇനിയുണ്ടോ എന്ന് ചറ ഉണ്ടാക്കി. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവസാനം. അപ്പോൾ അതാ സംഭവം സെറ്റായി. ഇനി നമുക്ക് മാലയുടെ കുളത്ത് വയ്ക്കണം. കുളത്ത് വയ്ക്കാൻ ഞാൻ ഒരു ചെറിയൊരു ഒന്നവിടെ കമ്പി ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ട്, ഒരു അളവറിയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കഴുത്തിലൊന്ന് വെച്ച് നോക്കിയായിരുന്നു കേട്ടോ ഒരളവിന്. പിന്നെ എനിക്ക് മനസ്സിലായി എന്തോരം വേണം അങ്ങനെ. അപ്പോൾ നമുക്ക് കുളത്ത് വയ്ക്കാനായിട്ട് ആദ്യം സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കുളത്തിനായതുകൊണ്ട് ഞാനൊരു രണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റോപ്പറിൻ്റെ. കുറച്ച് നല്ല അപ്പോൾ ബലത്തിൽ അവിടെ ഇരുന്നോളും. ഓക്കെ ഉണ്ടോ? അപ്പോൾ 2 സ്റ്റോപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുളത്തിൻ്റെ വട്ടക്കിണ്ണി ഉണ്ടല്ലോ, അതാണ് ഈ സൈഡിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് കുളത്ത് മറ്റേ അപ്പുറത്തെ സൈഡിൽ വെക്കാൻ. പിന്നെ ഇതിന് ഓൾറെഡി ഒരു 4 ജംപ് റിങ്സ് ഓൾറെഡി അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നീളം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതാ അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയാണോ ഇത് ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൈ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പുറത്തേക്ക് വന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇട്ടുമല്ലോ 2 ജംപ് റിങ്സ്. ഇതിങ്ങനെ വളച്ചിട്ട് ആദ്യം ഇട്ട 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റുക. അങ്ങനെ കയറ്റിയിട്ട് പുറത്തേക്ക് വന്നത് വലിച്ചങ്ങോട്ട് ടൈറ്റാക്കുക. സിമ്പിൾ പരിപാടിയാണ്. അത് വലിച്ചങ്ങോട്ട് അമർത്തുക. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി ഈ 2 റിങ്ങും നമ്മൾ എന്ത് ചെയ്യണം? പ്ലെയർ വെച്ച് അമുക്കണം, ഇറുക്കി കൊടുക്കുക. അങ്ങോട്ട് കണ്ട, നല്ല ടൈറ്റായിട്ട് വലിച്ചോ. വേറെ പിന്നെ അവിടെ ഒരു ഇങ്ങനെ ലൂസായിട്ട് നിൽക്കാൻ പാടില്ല. ഇനി അത് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം കണ്ട് പ്രസ് ചെയ്തോളി. സെറ്റായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മറ്റേ ലോക്ക് വയ്ക്കുക. ഐ മീൻ കുളത്ത്. യെസ്, അപ്പം അത്രേ ഉള്ളൂ. ഇനി അതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും 2 സ്റ്റോപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ബലത്തിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 2 ആഡ് ചെയ്തത് കേട്ടോ. ഇനി അവിടെ കൈ വയ്ക്കുക. ഇതിൻ്റെ അവിടെ ഒരു വട്ടം കണ്ടില്ലേ, അതിൽ കൂടെ നമ്മുടെ വയറ് കൊളുത്തിയിട്ട് ആദ്യത്തെ 2 ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുക, വലിക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി അതും പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ടൈറ്റാക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. യെസ്, പ്ലെയറിൻ്റെ തുരുമ്പെങ്കിലും ഒന്ന് കളയണം. യെസ്, നമ്മളിത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന 2 വാലുണ്ടല്ലോ അതങ്ങോട്ട് വെട്ടിക്കളയാം. ഇപ്പോൾ ഒരു സിസർ ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം കേട്ടോ. സിസർ കൊണ്ടൊക്കെ മുറിഞ്ഞോളും, അത്രയ്ക്ക് കട്ടിയുള്ളൂ. എന്നാൽ നൂല് പോലെയല്ല. നൂലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു പോവില്ലേ, ഇതങ്ങനെ പോവില്ല. അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ അത് സെറ്റായി. ഒരു ഭാഗം കട്ട് ചെയ്തു. ഇനി മറ്റേ ഭാഗം ഒന്ന് നിവർത്തി പിടിക്കാം കേട്ടോ, അല്ലെങ്കിൽ മറ്റേ ഇനി കട്ട് ചെയ്ത് പോയാൽ കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാക്കേണ്ടി വരും. അത് കട്ട് ചെയ്യുക. അതാ സംഭവം സെറ്റായിട്ടുണ്ട്. കൊളുത്തിയിടുക.
ഇനി ഇത് എവിടേക്ക് ഇടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ല പരിപാടി ഉണ്ടോയെന്ന് നോക്കണം. എല്ലാതും ഒരു 5-6 ഉണ്ടാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ. എല്ലാവർക്കും ഓരോന്ന് കഴുത്തിലിട്ട് കൊടുക്കാം. യെസ്, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നല്ലൊരു ട്രഡീഷണൽ മാലയില്ലേ ഇപ്പോൾ? വാങ്ങിയതിനേലും അടിപൊളി ഇത്. ടാ, എങ്ങനെയുണ്ട് മാല? ഇഷ്ടപ്പെട്ട? എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ വേറെ കുറച്ച് മാലകളാണ് കേട്ടോ. അതൊക്കെ 5 മിനിറ്റിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ബൈ.